നാടൻ പാട്ടരങ്ങും വിവിധ കലാസാംസ്കാരിക പരിപാടികളുമായി ഭിന്നശേഷിക്കാരെയും കുടുംബാംഗങ്ങളെയും ചേർത്ത് നിർത്തി സമഗ്ര ശിക്ഷ കേരളം ചെറുവത്തൂർ BRCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി വാരാചരണത്തിന് സമാപനമായി. കാലിക്കടവ് കരക്കീരു ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ഉദ്ഘാടനം ചെയ്തു. വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ IVF സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ്. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ഡിസംബർ 3 മുതൽ ഭിന്നശേഷിക്കാരെ ഒരുമിച്ച് ചേർത്ത് വിവിധങ്ങളായ പരിപാടികൾ നടന്നുവരികയായിരുന്നു. വാരാചരണത്തിന്റെ സമാപന ഭാഗമായി ഭിന്നശേഷി കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും സംഗമവും നടന്നു. നാടൻപാട്ട് കലാകാരൻ അഖിൽ ചന്ദേരയുടെ പാട്ടരങ്ങും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും സംഗമത്തിൽ അരങ്ങേറി. ഭിന്നശേഷി സൗഹൃദ വിദ്യാലയങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, മറ്റ് വിവിധ മത്സരങ്ങൾ എന്നിവ നടന്നു. ഭിന്നശേഷിക്കാർ ഒറ്റയ്ക്കല്ലെന്നും സമൂഹമൊന്നാകെ ഒപ്പമുണ്ടെന്നും ഓർമ്മപ്പെടുത്തി പാതയോരത്ത് ക്യാൻവാസിൽ വർണ്ണക്കൂട്ടങ്ങൾ ഒരുക്കിയിരുന്നു. ശാരീരിക മാനസിക വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ അതിജീവിച്ച് വിജയരഥത്തിലേറിയ കലാകായിക പ്രതിഭകളെയും സമാപന ചടങ്ങിൽ ആദരിച്ചു. രക്ഷാകർതൃ ശാക്തീകരണവും വിവിധ ദിവസങ്ങളിലായി നടന്നു. കാലിക്കടവ് കരക്കേരു ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത്തരം കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അതിന് തെളിവാണ് നമ്മുടെ കഴിഞ്ഞ മാസം നടന്ന ചരിത്രത്തിൽ ആദ്യമായി കലാകായിക മേളകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭിന്നശേഷി കുട്ടികളുടെ ഒരു അവസരം നമുക്കാണ്. ഭിന്നശേഷി കായിക മേള നടക്കുന്നത്, ഭിന്നശേഷി കലാമേള നടക്കുന്നത്. എന്നാൽ അവരോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിൽ ഒരാളായി നമുക്ക് പരിപാടിയിൽ പങ്കെടുക്കണമെന്ന ഒരു ആശയം സർക്കാർ നടപ്പിലാക്കിയത് ഈ വർഷമാണ്. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ M. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം P. രേഷ്ണ, ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ, അഖിൽ ചന്ദേര, KP ഷാനിബ, N. വൃന്ദ എന്നിവർ സംസാരിച്ചു. സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.